കാർഷിക വാർത്തകൾ. ചെറുകിട വിപണികളിൽ പച്ചത്തേങ്ങയും കൊപ്രയും എത്തിത്തുടങ്ങി. പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണ വിൽപ്പന ചൂടുപിടിക്കാൻ തുടങ്ങി. ഉയർന്ന വില പ്രതീക്ഷിച്ച് പച്ചത്തേങ്ങയുടെയും കൊപ്രയുടെയും വിളവെടുപ്പിന് നാളികേര കർഷകർ ഉത്സാഹിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ കുതിച്ചുകയറിയ കൊപ്രവില ഇടിഞ്ഞത് വിപണിയെ പിരിമുറുക്കത്തിലാക്കി. തമിഴ്നാട്ടിൽ കൊപ്രയ്ക്ക് വിൽപ്പനക്കാരുണ്ട്, എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭ്യത കുറവാണ്. മാസാരംഭ ഡിമാൻഡ് പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണ വിൽപ്പന ചൂടുപിടിക്കാൻ അവസരമൊരുക്കി. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 13,000 രൂപ. ഹൈറേഞ്ചിലെ ലേലകേന്ദ്രങ്ങളിൽ പുതിയ ഏലക്ക ലഭ്യമായത് ഇടപാടുകളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. നവരാത്രി വേളയായതിനാൽ ഉത്തരേന്ത്യൻ വാങ്ങലുകാർ ചരക്ക് സംഭരിക്കാൻ ലേലത്തിൽ തിടുക്കം കാണിച്ചു. വിളവെടുപ്പ് ഏതാനും മാസം വൈകിയതിനാൽ വടക്കേന്ത്യൻ വിപണികളിൽ ഏലം സ്റ്റോക്ക് ചുരുങ്ങിയിട്ടുണ്ട്. മികച്ച ഇനങ്ങൾ കിലോ 2,658 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,231 രൂപയിലും ലേലം നടന്നു. റബ്ബർ അവധി വ്യാപാരത്തിൽ വിൽപ്പന സമ്മർദ്ദം. ജപ്പാനിൽ റബ്ബർ അവധി വിലകൾ ഇടിഞ്ഞെങ്കിലും നിക്ഷേപകരുടെ സാന്നിധ്യം സിംഗപ്പൂർ മാർക്കറ്റിന് നേട്ടമായി. ബാങ്കോക്കിൽ ഷീറ്റിന് തിരിച്ചടി നേരിട്ടു. സംസ്ഥാനത്ത് തെളിഞ്ഞ കാലാവസ്ഥയിൽ റബ്ബർ വെട്ട് തടസ്സമില്ലാതെ തുടർന്നു. വരും ദിവസങ്ങളിൽ ഷീറ്റ് വരവ് ഉയർന്നേക്കും. 4 ഗ്രേഡ് കിലോ 224 രൂപയിൽ നിന്നും 217 രൂപയായി. അവധി ദിവസത്തിനു ശേഷം ഇടപാടുകൾ പുനരാരംഭിച്ച സുഗന്ധവ്യഞ്ജന വിപണിയിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്ന നീക്കം ഉയർന്നില്ല. ഓഫ് സീസൺ ആയതിനാൽ ഉയർന്ന വിലയ്ക്കായി ഉൽപാദകരും മധ്യവർത്തികളും കുരുമുളക് പിടിക്കുന്നു. ദീപാവലി മുന്നിൽ കണ്ട് നിരക്ക് ഉയരുമെന്ന നിഗമനത്തിലാണ് കാർഷിക മേഖല. കൊച്ചിയിൽ അൺഗാർബിൾഡ് 64,600 രൂപ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കാപ്പി കയറ്റുമതി വരുമാനത്തിൽ 55% വർധന. യൂറോപ്യൻ നിയമങ്ങളിലെ മാറ്റമാണ് കയറ്റുമതി വർദ്ധിക്കാൻ കാരണം. കോഫി ബോർഡിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 57% വർധന. കാപ്പി കയറ്റുമതി ഒരു വർഷം മുമ്പ് 4,956 കോടി രൂപയിൽ നിന്ന് 57% ഉയർന്ന് 7,771.88 കോടി രൂപയായി. ഒരു വർഷം മുമ്പ് 1.91 ലക്ഷം ടൺ കയറ്റുമതി ചെയ്തിരുന്നതിൽ നിന്നും 15% ഉയർന്ന് 2.2 ലക്ഷം ടണ്ണായി ഉയർന്നിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വനനശീകരണ ചട്ടങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇത് കാപ്പി കയറ്റുമതിക്ക് ആക്കം കൂട്ടുന്നുണ്ട്. കാപ്പി, കൊക്കോ തുടങ്ങിയവ വനനശീകരണത്തിന് കാരണമാകുന്നില്ലെന്ന് ഇറക്കുമതിക്കാർ വ്യക്തത വരുത്തേണ്ടിവരും. ഈ വർഷം ഡിസംബർ 30-നകം യൂറോപ്പിലെ ബിസിനസ്സുകൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ വനനശീകരണ ചട്ടങ്ങൾ ആവശ്യപ്പെടുന്നു. ഇന്ത്യൻ കാപ്പി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് യൂറോപ്പിലേക്കാണ്. ഇറ്റലി, ജർമ്മനി തുടങ്ങിയവയാണ് ഏറ്റവും വലിയ ഉപഭോക്തൃ രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ പാട്ടകൃഷി വിപുലീകരണത്തിന് കൃഷിക്കൂട്ടങ്ങൾക്കും സഹായം നൽകാൻ സർക്കാർ തീരുമാനം. കർഷകർക്കും പാടശേഖര സമിതിക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇനി പാട്ടകൃഷി ചെയ്യുന്ന കൃഷിക്കൂട്ടങ്ങൾക്കും നൽകും. ചെറുകിട പാട്ടകൃഷിക്കാർക്കും കർഷക തൊഴിലാളി സംഘങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി 1 ഹെക്ടറിന് 2,500 രൂപ വീതം നൽകുന്നുണ്ട്. ഇത് ഇനി മുതൽ കൃഷിക്കൂട്ടങ്ങൾക്കും ലഭിക്കും. കാർഷിക തൊഴിൽ സേനകൾ, സമിതികൾ, സംഘങ്ങൾ എന്നിവയ്ക്ക് നൽകി വരുന്ന സഹായങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾക്കും നൽകും. എന്നാൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ ഈ ആനുകൂല്യത്തിന് അർഹരായിരിക്കില്ല. കർഷക സബ്സിഡി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കാർഷിക കർമ്മസേനകൾ, അഗ്രോ സർവീസ് സെന്ററുകൾ എന്നിവയ്ക്ക് കാർഷികോപകരണങ്ങൾ വാങ്ങുന്നതിനും സേവനങ്ങൾക്കും നൽകി വരുന്ന പ്രത്യേക സബ്സിഡി പ്രാദേശിക കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് വിതരണം നടത്തുന്നതിനും വിൽപ്പന സ്റ്റാളുകൾ ഒരുക്കുന്നതിനും വ്യക്തിഗത കർഷകർക്കും പാടശേഖര സമിതികൾക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, പൂകൃഷി മേഖലയിലെ ചെറുകിട കർഷകർ, കുടുംബശ്രീ സംഘങ്ങൾ എന്നിവയ്ക്ക് വിത്ത്, വളം എന്നിവയടക്കം ഉൽപാദന രംഗത്ത് നൽകി വരുന്ന സബ്സിഡി, ജലസേചനം, കർഷക ഗ്രൂപ്പുകൾക്കും പാടശേഖര സമിതികൾക്കും കാർഷികോപകരണങ്ങൾ വാങ്ങാനായി നൽകുന്ന റിവോൾവിംഗ് ഫണ്ട് എന്നീ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക. നെല്ല്, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ 10 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ കൃഷി ചെയ്തു വരുന്ന കൃഷിക്കൂട്ടങ്ങളുണ്ട്. കൃഷിക്കൂട്ടങ്ങളെ സ്റ്റാർട്ടപ്പുകളായും അഗ്രോ പാർക്കുകളായും മാറ്റാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും കൃഷി വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബസുമതി ഇതര വെള്ളയരിയുടെ കുറഞ്ഞ താങ്ങുവില കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ താങ്ങുവിലയ്ക്ക് ഏറ്റെടുക്കേണ്ട ധാന്യത്തിന് പരിധി നിശ്ചയിച്ചതാണ് കയറ്റുമതിക്കാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്.
ഒഡീഷ, തെലങ്കാന തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾ കർഷകർക്ക് ക്വിൻ്റലിന് 2320 രൂപ മിനിമം താങ്ങുവിലയിൽ കൂടുതൽ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കർഷകരിൽ നിന്നുള്ള സംഭരണത്തിന് സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയ പരിധി ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്നതിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ നെല്ല് ഏറ്റെടുക്കുന്നതിന് ഏക്കറിന് 21 ക്വിൻ്റൽ എന്ന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ കർഷകരിൽ നിന്ന് ക്വിൻ്റലിന് 3100 രൂപ നിരക്കിൽ നെല്ല് വാങ്ങും. നെല്ലിന്റെ ഉൽപാദനക്ഷമത കൂടുതലുള്ള കർഷകർ മിച്ചം വരുന്ന തുക പൊതുവിപണിയിൽ വിൽക്കാനാകും. ക്വിൻ്റലിന് ഏകദേശം 2800 രൂപ നിരക്കിൽ നെല്ല് വാങ്ങുമെന്ന് പ്രഖ്യാപിച്ച തെലങ്കാന സാധാരണ ഇനം നെല്ല് താങ്ങുവിലയിൽ സംഭരിക്കുമെന്നും സൂപ്പർ ഫൈൻ ഇനങ്ങൾ മാത്രമേ ക്വിൻ്റലിന് 500 രൂപ പ്രീമിയം ലഭിക്കൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 221, RSS 5 218, ലാറ്റക്സ് 142, ജാതിക്ക 300, ജാതി പത്രി 1500 മുതൽ 1700 വരെ, ഗ്രാമ്പു 950, അടയ്ക്ക 250, കാപ്പിക്കുരു 225, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 66,600, കുരുമുളക് അൺഗാർബിൾ 64,600, ഏലക്ക 2200 മുതൽ 2350 വരെ, വെളിച്ചെണ്ണ 19,400, കൊപ്ര 13,700, ചുക്ക് 36,000.